ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങളുടെ 3rd ആനിവേഴ്സറി ആണിന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. ഗവിയിലോട്ടാണ് ട്രിപ്പ് പോയത്. മൂന്നാറാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ സമയപ്പോൾ മാറ്റിയിട്ട് ഗവിക്ക് പോകാം, കണ്ടിട്ടില്ലല്ലോ എന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയി. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, അടിപൊളി. ഞങ്ങളുടെ തീരുമാനം ശരിക്കും അടിപൊളിയായിരുന്നു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. 4-5 ഡാമും ഫോറസ്റ്റിൻ്റെ നടുക്കോട്ടുള്ള യാത്രയും ഒക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ കാര്യങ്ങൾ കണ്ടു, കുറേയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അങ്ങനെ അടിപൊളി ഒരു യാത്രയായിരുന്നു. ശരിക്കും ഞങ്ങൾ 3 പേരും, ഞാനും ഹസ്ബൻഡും കുഞ്ഞും, ഞങ്ങൾ 3 പേരും എൻജോയ് ചെയ്ത ഒരു യാത്രയായിരുന്നു. ഒന്നും പറയാനില്ല. ഒരു വട്ടമെങ്കിലും പോയി കാണുക, അത് എക്സ്പീരിയൻസ് ചെയ്യുക, അതൊരു അടിപൊളി ഫീലാണ്. ഭയങ്കര മൊട്ടക്കുന്നുകളും നമ്മൾ ഭയങ്കര പ്യുവറായിട്ടുള്ള എയർ ശ്വസിച്ചിങ്ങനെ പോകാമെന്നൊക്കെ പറയില്ലേ, ഇതേപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും. ഇപ്പം ഞാൻ ഇരിക്കുന്നത് എന്താണെന്നറിയോ, ഞങ്ങൾ കുറേ ദൂരം പോയിട്ട് ഒന്നിനെയും കണ്ടില്ല. ആകെ കണ്ടത് കുരങ്ങന്മാരെയാണ്. അപ്പോൾ അതിൻ്റെ സങ്കടത്തിൽ ഞങ്ങൾ 3 പേരില്ല, ഞാനും ഇരിക്കും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കൂടെ കുഞ്ഞുവിനെ വെള്ളത്തിൽ ഇറക്കി. ചെറിയ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ അവളെ ഇറക്കി, അവളും കളിച്ചു. നമ്മൾ കക്കി ഡാം, ഞാൻ ആദ്യമായിട്ടാട്ടോ ഡാമൊക്കെ കാണുന്നത്. അപ്പോൾ കക്കി ഡാമൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് അതുവഴി പോകുമ്പോൾ തന്നെ, കക്കി ഡാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. നമ്മൾ ആക്ച്വലി ബുക്ക് ചെയ്തിട്ടില്ല, നമ്മൾ അറിഞ്ഞില്ല ബുക്ക് ചെയ്യുന്ന ആരും. അപ്പോൾ കുഞ്ഞുള്ളതുകൊണ്ട് ചേച്ചിമാർ പറഞ്ഞു കുഴപ്പമില്ല, 2 പേരല്ലേ ഉള്ളൂ, കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫുഡ് തന്നു. അങ്ങനെ അവിടെ കഴിച്ച് കഴിഞ്ഞ് വെള്ളോട്ടിറങ്ങി പോകുന്ന വഴിക്ക് നോക്കിയപ്പോൾ ദേ നിൽക്കുന്നു കാട്ടുപോത്ത്. അങ്ങനെ കാട്ടുപോത്തിനെ കണ്ടു. ഞങ്ങൾ അടുത്തൊന്നും കണ്ടില്ല കേട്ടോ, ദൂരെയാണ് കണ്ടത്. പക്ഷെ കാട്ടുപോത്തിനെ കണ്ടു. അപ്പോൾ ഒരു ആശ്വാസമായി, അറ്റ്ലീസ്റ്റ് കാട്ടുപോത്തിനെങ്കിലും കണ്ടല്ലോ എന്നുള്ള സമാധാനം. കാട്ടുപോത്തിനെ കണ്ടു കഴിഞ്ഞ് കുറച്ചിട്ട് ഫ്രണ്ടിലോട്ട് പോയപ്പോഴാണ് ചെറിയൊരു മാനിനെ കണ്ടു. മാനിനെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു മൊട്ടക്കുന്നിൻ്റെ മുകളിലായിട്ടൊരു മാൻ നിൽക്കുന്നത്. ആ മാനിനെ കണ്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ മാനിൻ്റെ ഒരു കൂട്ടം തന്നെ ഞങ്ങൾ കണ്ടു. അങ്ങനെ മാനിനെ കാണാത്ത വിഷമമെന്ന് പറഞ്ഞു. പിന്നെ KCBയുടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ പോയപ്പോൾ കണ്ടത് ആ മരം നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴാണ് ഞങ്ങളെ മെയിൻ കാര്യം, ഞങ്ങൾ വിഷമിച്ചിരുന്നായിരുന്നു ഇതിനെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വിഷമിച്ച് വന്നപ്പോൾ ദീ നിൽക്കണോ, ഞങ്ങളുടെ കുറച്ച് ദൂരെയായിരുന്നു കേട്ടോ കാട്ടാരൻ നിന്നത്. അതൊരു 7-8 എണ്ണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഭയങ്കര കോടയായിരുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ കോട വീണു തുടങ്ങി. ഒരു 3 മണിയൊക്കെ ആയപ്പോഴേ കോട വീണു തുടങ്ങി. അയ്യോ, ഞാൻ ആദ്യമായിട്ടാട്ടോ കോട കാണുന്നത്. പറയുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നുമെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കരിങ്കുരങ്ങ് വംശനാശ ഭീഷണി നേരിടുന്നതല്ലേ, അപ്പോൾ അതിനെയും കണ്ടു. പിന്നെ ഫുള്ള് കോടയായിരുന്നു, കോട. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കാട് കയറാറായപ്പം ഇറങ്ങാറായപ്പോൾ അതേ നിൽക്കണു 5-6 എണ്ണം കൂട്ടമായിട്ട്. അത് ഞങ്ങളെ പുറകെ വന്നിട്ട് ജീപ്പായിരുന്നു, ഞങ്ങൾ കമ്പനി ആയിരുന്നു. അപ്പോൾ അവരാണ് കാണിച്ചു തരുന്നത്. ഫോറിനേഴ്സുമായിട്ട് വന്നൊരു ചേട്ടനാണ്. അപ്പോൾ ഇവിടെ നിൽപ്പുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി രാത്രിയായപ്പോൾ വിശന്നു, ഫുഡ് കഴിച്ചു, നേരെ തിരിച്ചു വീട്ടിൽ വന്നു. താങ്ക് യു.